ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് കരഞ്ഞുണങ്ങി കരുവാടാകുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനല്ലാണ്ട് വേറെ ആരെങ്കിലും ഈ നോമ്പ് സമയത്ത് ഈ വരച്ച വെയിലത്ത് ഇറങ്ങി ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ നടക്കോ? ഇല്ല ഗൈസ്, എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ബാക്കിലുള്ള ആൾക്കാർ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ട്രാവലേഴ്സ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുന്ന റെസിഡൻസ് ഒന്നും അല്ല. സോ ഞാനിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാണുന്നുണ്ടാവും ബാക്കില് ദുബായ് സഫാരി പാർക്കിലാണ്. സോ എനിക്ക് ഏകദേശം 6-7 വർഷമായി ഞാൻ ഇവിടെ UAE-ലുണ്ട്. എനിക്ക് ഇന്ന് വരെയും ഈ സഫാരി പാർക്കിലോട്ട് വരാൻ പറ്റിയിട്ടില്ല. നമ്മള് ഒരു പ്രാവശ്യം ഇതുപോലെ ഉമ്മൽക്കലുള്ള സൂല് പോയിട്ടുണ്ട്. അവിടെ കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു അതൊക്കെ തന്നെ ഇതിനകത്തുള്ളതെന്ന്. പക്ഷെ അല്ല, എന്തൊക്കെയോ വെറൈറ്റി അനിമൽസ്, ഏകദേശം ഒരു 3000-ഓളം അനിമൽസ്, ഡിഫറെന്റ് കൺട്രി എന്നുള്ള അനിമൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞാനൊന്ന് ഡീപ്പായിട്ട് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ കൊല്ലവും ഞാനിത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഞാൻ ഈ UAE ഉണ്ടായിട്ട് ഈ ഒരു സ്ഥലത്ത് വന്ന് ഇതൊക്കെ കാണുമെന്നുള്ളത്. സോ ഗൈസ്, നമുക്ക് അകത്തോട്ട് പോവാം. ഞാൻ ഓവറായിട്ട് തള്ളി മറിക്കുന്നില്ല. എൻട്രൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ എൻട്രൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും അകത്തോട്ടുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ടിക്കറ്റ് എടുത്ത് അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതും എനിക്കറിയത്തില്ല. സോ നമുക്ക് കാണാം. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, സ്ക്രീനിൽ എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. ഞാനൊരു മിനിമം ആംഗിളിലാണ് പിടിച്ചിരിക്കുന്നത്. എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് നല്ല രീതിക്ക് വെയിലടിക്കുന്നുണ്ട്, നല്ല രീതിക്ക് സൂര്യനും കാണാൻ പറ്റുന്നുണ്ട്. എന്റെ കൈക്ക് പൊള്ളി തുടങ്ങി. സോ ഗൈസ്, ഉള്ളിലോട്ട് പോകാം. ഇതിന്റെ എൻട്രൻസ് ഉണ്ട്. എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. ഒരു ചിമ്പാൻസിന്റെ മുഖം ഇങ്ങനെ തുറന്നു വരുന്ന ഇതാണ് എൻട്രൻസിൽ ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കോഫി ഷോപ്പ്. നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമ്മൾ നോമ്പാണ്. ആൻഡ് അവിടെയാണ് എൻട്രൻസ് എന്ന് തോന്നുന്നു സഫാരി പാർക്കിന്റെ. നമുക്ക് പാർക്കിന്റെ ഉള്ളിലോട്ട് പോവാം ഗൈസ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നോർമലി ഇവിടെ എത്ര റേറ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഇന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് റമദാൻ ഓഫർ ആണ്. 125 ആണ് പെർ പേഴ്സൺ വരുന്നത്. റമദാൻ ഓഫർ ആണ്. സോ റമദാൻ ടൈമിൽ വരുന്നവർ വരാം. ഒരാളുടെ പൈസക്ക് 2 പേർക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടും. സോ ഞാൻ ഉള്ളിൽ പോവാണ്. എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട്. അത് കയറിയിട്ട് നമുക്ക് കാണാം. സോ ഗൈസ്, ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള എന്തൊക്കെയാണോ ഈ സൂവിൻ്റെ അകത്തുള്ളത്, ഐ മീൻ ഈ സഫാരി പാർക്കിനുള്ള അകത്തുള്ളത് എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതിൽ എന്തൊക്കെയുണ്ടോ, എവിടെ വരെ പോകാൻ പറ്റുമോ, എന്തൊക്കെ കാണാൻ പറ്റുമോ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി 125-ന്റെ ഉള്ളിൽ 2 ആൾക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ബഗ്ഗിയിൽ പോകണം, ഓർ ബസ്സിൽ ഓർ ട്രെയിനിൽ എന്തിലും ആണ് പോകേണ്ടത്. ഞാൻ ഇതിൻ്റെ ചുറ്റിനുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് പുറകിലായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ വന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു പാർക്ക് പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. കണ്ടോ, എക്സിറ്റോ കയറിയതുള്ള അതിൻ്റെ ഇടയ്ക്ക് എക്സിറ്റോ. ഇതിനകത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കിട്ടായികയൊന്നുമില്ല കേട്ടോ. റമദാനാണ് പറഞ്ഞിട്ട് ഒന്നും കിട്ടായികയൊന്നുമില്ല. എല്ലാം കിട്ടും. കഴിക്കാനുള്ളവർക്ക് കഴിക്കാം, കുടിക്കാനുള്ളവർക്ക് കുടിക്കാം. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ വിചാരിച്ചു ഈ ബഗ്ഗിലാണെന്ന്. ബഗ്ഗിയല്ല ഗൈസ്, നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ഇതോ കിടക്കുന്ന മഞ്ഞ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് ഗൈസ്. നക്കി പോവാണല്ലേ, നക്കികളെ ആള് കയറാനുണ്ട്. സീറ്റ് ഉണ്ടാളിയാ, ഞാൻ ബാഗിൽ പോയിരിക്കട്ടെ. എനിക്ക് പണ്ട് മുതലേ ബാഗിൽ ഇരിക്കാൻ ഇഷ്ടം. സോ റമദാൻ ആയതുകൊണ്ട് 10 to 6 ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം വരുന്നത്. എപ്പോൾ വന്നാലും 6 മണിയാകുമ്പോൾ അടിച്ചിറക്കും. നമ്മൾ എത്ര മണിയായി? നമ്മൾ ഏകദേശം 2-2:30ക്കാണ് എത്തിയിരിക്കുന്നത്. കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നു, കാരണം ഫുൾ പാക്കേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫുൾ കറങ്ങി കണ്ടിട്ട് തിരിച്ചിട്ട് വീട്ടിൽ പോകത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ പ്ലാന് കുറച്ച് വലിയ പ്ലാനുകളാണ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് മറ്റേ കെനിയയിലത്തെ സഫാരി ഇല്ലേ, അതിലിങ്ങനെ മൃഗങ്ങളൊക്കെ ഇല്ല സൈഡിൽ കൂടെ പോകണക്ക് പോകുന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് ഞാൻ ഈ സൈഡ് സീറ്റ് തന്നെ പിടിച്ചത്. എങ്ങനെയാണെങ്കിൽ അടുത്ത് എൻ്റെ കാറട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനി വല്ലയിടത്തും കൊണ്ട് ഇറക്കി വിടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. സത്യം പറയാമല്ലോ, സ്ക്രീനിൽ എനിക്ക് ഒന്നും കാണുന്നില്ല. ആ റെഡ് കളറിൽ ടൈം പോകണ മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ ഫേസ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്താണോ വണ്ടി സ്റ്റാർട്ട് ആവുകയാണ് ഗൈസ്, സ്റ്റാർട്ട് ആവുകയാണ്. എന്ത് സംഭവിക്കാം, കാത്തിരുന്ന് കാണുക. എന്താ ഒരു ക്ലിപ്പ് കുതിരപ്പുറത്ത് പോകണമെന്നുണ്ട്. ആഫ്രിക്കൻ വില്ലേജിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ആഫ്രിക്കൻ വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊവിഷനിൽ ഇറക്കി വിട്ടിട്ട് അവിടെ ഉണ്ട്. സോ ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് നോക്കാനുള്ളൊരു ചെറിയ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിമ്പാൻസി സ്റ്റേഷൻ, ഗൊറില്ല ഹൗസ്, ടൈൽ ഹൗസ്, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഫൈനലി ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണാൻ പോകുകയാണ്. ഇതിനകത്തുള്ള ചിമ്പാൻസിനെ നമുക്ക് ഈ റിഫ്ലക്ഷൻ കാരണം കാണാൻ പറ്റുന്നില്ല. ശരിക്കും നേരിട്ട് പോലും കാണാൻ പറ്റുന്നില്ല. എന്തോ ഒരു കറുത്ത സാധനം അവിടെ ഇരിക്കുന്നത് മാത്രമായിട്ടേ കാണുന്നുള്ളൂ. ഞാൻ വിചാരിച്ച് തുറന്നങ്ങിട്ടിരിക്കുമെന്ന്. എന്തപ്പോൾ ഇങ്ങനെ? ഇവിടെ ഒരെണ്ണം കിടന്ന് മെരുകുന്നുണ്ട്.
എല്ലാവരും ഉച്ചമയക്കത്തിലാണ്, കാര്യമായിട്ട് ഒന്നും കാണുന്നില്ല. ഇതെന്തുവാ? പ്ലീസ് സെലക്ട് യുവർ ലാംഗ്വേജ്. എന്താ നോക്കട്ടെ. ഓക്കെ, ഇംഗ്ലീഷ്. സ്വൈപ്പ് ടു സ്റ്റാർട്ട്. ഓക്കെ, ഞാൻ വേർ ഈസ് ദ മങ്കി ഫേസ്? ഇത് നോക്കണല്ലേ. ഞാൻ മങ്കി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതെടുക്കുക. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നണേ. മടച്ചാനെ, എനിക്ക് ഈ പടം ഓർമ്മ വരുന്നു. കൊള്ളല്ലേ? പോടണം, എനിക്ക് നാടാവുന്നു. വേണ്ട. ഈ മൂവിയിൽ ഓരൊക്കെ ഫേസ് മാറ്റിച്ചാണൊക്കെ ഒറ്റയടിക്ക് എൻ്റെ ഫേസ് ഒക്കെ മാറ്റി കളഞ്ഞു. അതാണ് ഒറിജിനൽ, ഇതാണ് ഒറിജിനൽ എന്ന് തിരിച്ചറിയാൻ ഞാൻ പാടുപെട്ടു ഗൈസ്. ഞാൻ ചിമ്പാൻസിന്റെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് വരുമ്പം നേരെ കാണുന്ന ഇതെന്താ സാധനം എന്ന് എനിക്ക് പറയാറിഞ്ഞൂടാ. ഇതിനിപ്പം മാനാണോ എന്താണോ എന്ന് അറിഞ്ഞൂടാ ഗൈസ്. വിച്ച് മൃഗം ഇസ് ദിസ്? എനിക്ക് അറിഞ്ഞൂടാ, കണ്ടിട്ട് മനസ്സിലായി. എന്നാലും മാനിന്റെ വർഗത്തിൽപ്പെട്ട ആരോ ആണ്. പേരറിയുന്നവർ കമന്റ് ഇടാം. ഏതായിരിക്കും ഈ മൃഗം? മിസ്റ്റർ നോക്കുന്നില്ല ഗൈസ്. ഗൈസ് ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മരത്തിരുന്ന് ഉറങ്ങുന്ന മറ്റേ മൃഗമില്ലേ, അതാണെന്ന് തോന്നുന്നു. എന്താണ്ടോ പേര് പറയും ഇതിന്. എന്തായിരുന്നു? ലെമറോ? അങ്ങനെ എന്തിനോ ആണ്. അതിന്റെ പാലൊക്കെ എന്താ നീളം. അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഗൊറില്ല ഹൗസിലാണ്. ചിമ്പാൻസിനെ നേരെ പോയി കാണാൻ പറ്റിയില്ല. ഗൊറില്ല എങ്കിലും കാണാൻ പറ്റുന്ന വിശ്വാസത്തിൽ ഞാൻ കയറുവാണ്. ഇവിടെ രണ്ടും പഴം നിന്നോണ്ടിരിക്കുന്നു. നമുക്ക് ജീവനുള്ള അകത്ത് കയറി കാണാം. കയറി ഞാൻ അകത്ത് കയറി ഇതിൻ്റെ കൂടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരെണ്ണത്തിൻ്റെ പോലും കാണാനില്ല. ഇല്ലേ, കാണാനില്ല. എന്താ ചെയ്യുക? ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ചു വന്നതാ. അപ്പോഴത്തേക്ക് ഒരു ഒരെണ്ണം ഇപ്പുറത്തൊക്കെ മാറ്റിയിരിക്കും. ശരിയാണ്, തോ കടന്നുറങ്ങുന്ന ഒരു സാധനം. ഞാൻ ഇപ്പം ഇല്ലാന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറഞ്ഞു ഫലിപ്പിച്ചേ. പക്ഷെ കാണുന്നില്ലേ ഗ്ലാസ്സിൽ കൂടെ? സത്യം പറയാലോ, കാണുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തോ കാണിച്ചു തരാം. അതിന് എനിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. ഏകദേശം ചിമ്പാൻസിയും ഗൊറില്ലയൊക്കെ ഒരു കണക്കിന് ഇരിക്കുന്നത്. ഇത് ഗൊറില്ലയാണല്ലേ? ഉറങ്ങുവാണിത്. അത് ഉറങ്ങുവാ. ശല്യം ചെയ്യണ്ട, നമുക്ക് പോവാം. ചൂടെടുത്തിട്ട് പണ്ടാറടങ്ങുന്നു. ഇവിടെ റിഫ്രഷ്മെന്റിന് അത്യാവശ്യം കുറേ കഫേകളും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് അങ്ങോട്ട് ഈ ഭാഗത്തേ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു പടുകൂറ്റ മരം, ഇലകളൊന്നുമില്ല. ഒരു കിഴങ്ങിന്റെ ഷേപ്പില്ലേ, ഒരു ടൈപ്പ് കിഴങ്ങില്ലേ, ഇഞ്ചിന്റെ ഒക്കെ. അതും തുറന്നിരിക്കുന്ന പഠിച്ചോനെ. ഇതിനകത്ത് എന്തോ ഉള്ളത് പോലെ. സ്നേക്കിന്റെ ആണെങ്കിൽ ഞാൻ കേറത്തില്ല. പ്ലീസ് യൂസ് ദ അതർ ഡോർ. പ്യാമ്പാണോ? പ്യാമ്പാണെങ്കിൽ കേറില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ തുറന്ന മയിലിനെ കാണുന്നേ. ആദ്യമായിട്ടാ കാണുന്നേ. നമ്മള് കുറെ ബേർഡ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതിനൊക്കെ തുറന്നു ഇട്ടിട്ടുണ്ട്. ഞാൻ കാണുന്ന കാടക്കോഴിയാണോ, കാടയാണോ? കാട. കുറെ തത്തയൊക്കെ ഉണ്ട്. തത്ത എല്ലാം ഓപ്പൺ അയച്ചിട്ടിരിക്കുന്നോണ്ട് ഒരു നിമിഷം എന്ത് സംഭവിക്കാം. അതിന് ഒരു കാലം വെക്കാണ്ട് സ്ഥലം കിട്ടുന്നില്ല അത്ര. നമ്മുടെ റൊമാൻസ് കളറാ എന്നെ കാണാൻ വേണ്ടിട്ട്. പിള്ളേർ എന്ത് പിള്ളേരായത്? ചെറുക്ക എന്ത് ചെറുക്കന്മാരാ ഇതെന്തെന്ന എന്ത് പിള്ളേരായത്? തത്തേനൊക്കെ എന്താ ചെയ്യണം നീ പിള്ളേര്? അത് പറഞ്ഞു ചെറുക്കനെ കൊണ്ട് തോച്ചല്ല. ഇതെന്താ സാധനം? ഫസ്റ്റ് ഇപ്പൊ ഞാൻ കാണുന്നേ. നമുക്കിന്റെ മണ്ടേ കയറാം. മണ്ടേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഉള്ളതൊക്കെ മൊത്തത്തിൽ കാണാൻ പറ്റും. ഇവിടെ സ്റ്റെയർ ഉണ്ട് മുകളിൽ കയറാൻ വേണ്ടിയിട്ട്. സോ ഈ ബ്രിഡ്ജ് നടക്കാനൊന്നും പറ്റത്തില്ല. ഇത് മുകളിൽ കയറിയിട്ട് അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. ഇറ്റ്സ് ഓക്കെ, നമുക്ക് നിന്നാൽ മതി. നമുക്കെല്ലാം കണ്ടാൽ മതിയല്ലോ. ടോഞ്ചു തല മുക്കിയമ്പിക്കില്ലേ വല്ലത് റാഞ്ചിക്കൊണ്ടോ.
കേറിട്ടും എത്തുന്നില്ലല്ലോ അമ്മച്ചേ. എനിക്ക് വയ്യാണ്ടായി. ഒന്നും കാണുന്നില്ല എന്റെ മണ്ട കയറിയിട്ട്. സത്യം പറയാലോ, ഒരു വകയും കാണുന്നില്ല, ഒരു മണ്ണും കാണുന്നില്ല. എന്തിനാ ഞാൻ മണ്ട വലിഞ്ഞേറിയേ? നമുക്ക് ലിഫ്റ്റിൽ ഇറങ്ങാം. മണ്ടത്തരം കാണിച്ച് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിലും കയറാൻ പറ്റും, പക്ഷെ അതിനേക്കാൾ നല്ല ഉയരത്തിലാണ് ഇതുള്ളത്. അതുകൊണ്ട് എങ്ങോട്ട് പോകുന്നത്? ഞാൻ മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം, എത്ര ഭീകരമാണെന്ന്. ഒന്നും കാണുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി കവേർഡ് ആണ്. അതുകൊണ്ട് എത്ര മേലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെളിയിൽ പോകാൻ പറ്റത്തില്ല. ഐ മീൻ ബേർഡ്സിന്. ലിഫ്റ്റ് ഉണ്ട് ഗൈസ്. ആദ്യം ഇപ്പോൾ ലിഫ്റ്റ് വന്നാൽ മതിയായിരുന്നു. എന്റെ കാലെല്ലാം സത്ത് പോയിടിച്ച്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ എങ്ങനെ നടന്നു തീർക്കും? ബഗ്ഗി ഉണ്ടോ? ബഗ്ഗി പ്ലെയിൻ ഉണ്ടോ? പ്ലെയിൻ എനിക്കെന്തോ വേഗം നടക്കാൻ. എവിടെ ഇറക്ക്? ഇവിടെ ഹലോ ജസ്മി, എന്റെ പക്ക അറിയാം. നല്ല കൂളർ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കൂളർ വെച്ചിട്ടുള്ളതുകൊണ്ട് അതിന്റെ അടിയിൽ പോയി നിൽക്കുന്നോണ്ടും അറിയുന്നില്ല എന്നൊന്നും അല്ല, മൊത്തം കത്തി നിൽക്കുവാണ്. നമ്മള് വന്ന സമയത്ത് കണ്ട ആ മയിലില്ലേ, അത് ഇവിടെ വന്നു. ഇതെങ്ങനെയാ വെളിയിൽ പോയത്? ഇപ്പൊ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ അതല്ല എന്നുള്ള. കുട്ടാം അത് പോയി, അത് പിണങ്ങിപ്പോയി. ഇത് വെള്ള മയിലാണോ? എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക. പക്ഷി സങ്കേതത്തിൽ നമ്മൾ ഇറങ്ങാൻ പോവാണ്. കാരണം ഇനി എന്തോരം കാണാൻ കിടക്കുന്ന. 3 മണി കഴിഞ്ഞ് നമുക്ക് 6 മണി വരെ സമയമുള്ളൂ. ബിക്കോസ് 6 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. അതിൻ്റെ ഉള്ളില് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ പാസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുള്ള. എക്സ്ക്യൂസ് മീ, എക്സിറ്റ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്കിതെല്ലാം കണ്ടു തീർക്കണം. ഇനി ഒരു ദിവസം കൂടെ വരാൻ എനിക്ക് വയ്യ. ഇപ്പം തന്നെ ഞാൻ ഏകദേശം അടപടലം ഉരുകി ഇറങ്ങുവാണ്. സോറി. ഇവിടെ കുറേ മയിലുകളുണ്ട്. ഞാൻ തെറ്റിദ്ധരിച്ചു. നമ്മൾ നേരത്തെ കണ്ടതല്ല പുറത്ത് കണ്ടത്, അത് റേ. ബിക്കോസ് ഇവിടെ ഇന്നും കുറേ മയിലുകളുണ്ട്. ഞാൻ വെള്ളാന എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാ കാണുന്നേ. ആഫ്രിക്കൻ എലിഫന്റിന് ഇത് 3 ആളിനുണ്ട്. ഇനി ഇവിടുത്തെ ഈ പൊടികളിൽ കിടന്ന് മെഴുകിയിട്ട് ഇങ്ങനെ ആയതാണോ എന്ന് എനിക്ക് അറിഞ്ഞു. കുറേ ദൂരത്തെന്ന് പറയുമ്പോൾ കുറച്ച് ദൂരത്താണ്, എന്നാലും കാണാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. 3-4 എണ്ണം ഉണ്ട്. എല്ലാം കൂടെ അങ്ങ് കൂട്ടും കൂടി നിൽക്കുവാണ്. അതെന്താ ഡോറ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കണക്കില്ലേ? ആ ഡോറ് പിടിച്ചിട്ട് നിൽക്കുന്ന കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അമ്മ എന്ത് വലിയ ആമയോ നോക്കിക്കേ. അയ്യോ അല്ലേ സാധനം. ഇതെന്താ സാധനം? എന്തുവാ ഇത്? എന്റെ ഫ്രണ്ട് കാണിച്ചിരുന്നെങ്കിൽ. എനിക്കോട് പന്നിയുടെ എന്തോ ഒരു വർഗമാണെന്ന് തോന്നുന്നു. ആ അതെ. ആ ഇനി അത് കാട്ടുപന്നി വല്ലതും ആണോ? ചെക്ക് ചെയ്ത്. ഒരു ഫുഡിന്റെ ടൈമാണ് അമ്മ, ഫുഡിന്റെ ടൈമാണ്. അയ്യോ എന്റെ മണ്ടേ കൂടെ കിട്ടുകൊടുക്കുന്നത്. വാട്ട് ഈസ് ദിസ്? ആ ഇത് ഒരു സൈസ് പന്നിയാണ് കേട്ടോ. കാട്ടുപന്നിയല്ലോ ആണോ? ചെക്ക് ചെയ്ത്. ആ എന്താ ഉണ്ടായിക്കൂടെ? അയ്യോ കണ്ടോ, എനിക്ക് വയ്യ, എന്നെ കൊണ്ട് തോറ്റി. ആഫ്രിക്കൻ കാട്ടുപന്നിയാണ് ഗൈസ്. ഞാൻ ചുമ്മാ ഗസ്റ്റ് അടിച്ചാണ്. അതിന്റെയൊക്കെ ഒരു ആംബിയൻസ് നോക്കിക്കോണേ. ഇല്ല എന്താ സെറ്റപ്പ്, ആ ഗ്രിയേറ്റിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞ കണക്ക് അല്ലേ? നമ്മുടെ വിജയുടെ ലിയോ മൂവിയിലാണ് ഞാൻ ഹൈന കാണുന്നത്. അന്ന് മുതൽ എൻ്റെ ആഗ്രഹമായിരുന്നത് എനിക്കൊന്ന് നേരിട്ട് കാണണമെന്നുള്ളത്. സോ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു സാക്ഷാത്കരിച്ചു ഗൈസ്. ഒറ്റൊരെണ്ണേ ഉള്ളൂ എന്തോ. ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. ഇതെങ്ങാനും ചാടോ? ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് വീഡിയോ തിരിക്കാന്നുള്ളത്. പക്ഷെ അത് അവിടെ സ്റ്റോപ്പായി ഗൈസ്. അതെന്തോ മണത്തോണ്ട് നിൽക്കുകയാണ്. വൈൽഡ് സാധനമാണ്, വൈൽഡ്. എന്താണ് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പൊന്തിരിക്കുന്നത്? കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. സാധാരണ നമ്മളിങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല. അതെ, എന്നാലെന്തായിരിക്കും? ഓ അതിനെന്തോ വയ്യായിക പറ്റിയിട്ടാണ്. ഓക്കെ
അൽ കൊരങ്. ഇതിനകത്ത് കയറിയത് എനിക്ക് ഓർമ്മയുള്ള, ഞാൻ പേടിച്ചു പോയി. ഞാൻ വല്ലയിടത്തിൽ അങ്ങ് നോക്കിക്കുവായിരുന്നു, അങ്ങ് ദൂരേക്ക് നോക്കിക്കുവായിരുന്നു എന്താ സംഭവം എന്നുള്ള. കാലിന്റെ അടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു, പേടിച്ചു പോയി. ഓരോന്നും കണ്ട് തളർന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഫുഡ് കോർട്ട് സെറ്റപ്പ് ഉണ്ട്. സോ കഴിക്കേണ്ടവർക്കും കുടിക്കേണ്ടവർക്കും കൂടെ ഇരുന്ന് വിസ്താരമായിട്ട് തന്നെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യാം. നമ്മളിങ്ങനെ നോക്കി 4 o'clock ആയി. ഇനി 2 മണിക്കൂറും കൂടെ ഉള്ളൂ നമുക്കിനകത്ത് കറങ്ങിയടിക്കാൻ. ഇനി എവിടെയൊക്കെ പോകേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഏകദേശം ഇപ്പം നമ്മൾ ആഫ്രിക്കൻ വില്ലേജ് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ. എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് നമ്മൾ ഫ്ലാമിംഗോ പാർക്കിലാണ് പോകുന്നത്. അതിനോട്ടുള്ള ഡയറക്ഷനിലാണ്. സോറി, ഫ്ലാമിംഗോ സ്റ്റേഷൻ. ഞാൻ പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ വായിൽ ഫ്ലാമിംഗോ. ഹലോ, അവിടെ വഴിയില്ല, ചാടി പോവോ? സീബ്രേന്റെ അടുത്ത് നമ്മൾ എത്തി. ആക്ച്വലി ഇവിടെ വഴിയില്ലല്ലോ, അതിലും കൂടെ പോകണം. ഓക്കെ, ഞാൻ തള്ളി നേരെ വന്നപ്പോഴത്തേക്ക് അവസാനം ഇവിടെ വഴിയില്ല. 2 പോലും ഉണ്ടല്ലോ ഈ സാധനത്തിനെ കണ്ടപ്പോൾ. സീബ്രാന്റെ ഫ്രണ്ട് ഇരിക്കുന്നേ അതിന് ഡബിൾ ചിൻ ഉണ്ട്, അതാണ് 2 വാ പോലെ തോന്നിയത്. എന്താ അതിന്റെ കൊമ്പിന്റെ വലിപ്പം നോക്കിക്ക്. നടന്ന അവസാനം ഫ്ലാമിംഗോ സ്റ്റേഷനിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ ഏതോ കാട്ടിക്കൂടെ പോകണ കണക്കാണ് എനിക്ക് തോന്നുന്നേ, സത്യം പറയുകയാണെങ്കിൽ. ഇതിനകത്തൂടെ നടക്കുമ്പോഴാണ് കുറച്ചെങ്കിലും ആശ്വാസം. ബിക്കോസ് ഇതിനകത്ത് കൂളർ ഉണ്ട്. ഒരു കാര്യമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പതാ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ വച്ചടിച്ചു വരും വെയിൽ. സോ ഫ്ലാമിംഗോ സ്റ്റേഷനിൽ നമ്മളുടെ നെക്സ്റ്റ് ട്രെയിൻ നമ്മൾ കയറാൻ പോവുകയാണ്. കുറേ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട്. നമുക്ക് ഓടിച്ചാടി കയറാം, അല്ലെങ്കിൽ ഇവിടെ വീണ്ടും നിൽക്കേണ്ടി വരും. എന്താ സുഖം ഒറ്റയ്ക്ക്. ഞാൻ വന്ന പോലെ തന്നെ ഞായിരുന്നു. 4 ട്രെയിൻ 1.5 മണിക്കൂറുണ്ട്. കാണാൻ പറ്റുള്ളൂ. എല്ലാം ഒന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 1.5 മണിക്കൂർ എടുത്തു നമുക്ക്, 2 മണിക്കൂർ എടുത്തു നമുക്ക് ആഫ്രിക്കൻ വില്ലേജ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതിന്റെ ഗുണമാണ്. ബട്ട് എന്നാലും 2 മണിക്കൂർ എടുത്തു. ഇനി അടുത്ത എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ജിറാഫ് സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ജിറാഫിനൊക്കെ കാണാം. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, നോമ്പെടുത്തിട്ട് എന്നെ സമ്മതിക്കണം. ഇവിടെ ഫുള്ള് ഫോറിനേഴ്സ് ആണ് കേട്ടോ. ഇത്രയും നേരം ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ കണ്ടത് അധികം ഫോറിനേഴ്സ് ആണ്. അവരൊക്കെ കയ്യിലിങ്ങനെ കോഫിയും വെള്ളമൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഫോണും പിടിച്ച് നടക്കുന്നത്. ഞാൻ ജിറാഫിനെ കണ്ടിട്ടില്ല. ഞാൻ ജിറാഫിനെ ഇപ്പോൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. നമ്മൾ ആക്ച്വലി എടുത്തിരിക്കുന്ന പാക്കേജ് സഫാരി ടൂറാണ്. സോ അതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെ നടക്കേണ്ട അവസ്ഥയൊന്നുമില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൊണസ റോപ്പ് കെട്ടിയിട്ടുണ്ടാവും, അതിൽ കൂടെ ഇങ്ങനെ നടക്കേണ്ടി വരും. പിന്നെ ബസ്സിലും ട്രെയിനിലൊക്കെ പോകണം. പക്ഷേ എനിക്കിങ്ങനെ അടച്ച് കെട്ടി വെച്ചിരിക്കണ ഇതിൽ കൂടെ പോയിട്ട് വലിയ താല്പര്യമില്ല. അതിൻ്റെ ജീപ്പ് ഇങ്ങനെ തുറന്നിട്ടിങ്ങനെ ജീപ്പിൽ കൂടെ പോകണം, അതെനിക്കിഷ്ടം. പക്ഷേ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. നമുക്കിനി മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും എന്നാ പറയുന്നത്. ഞാൻ എപ്പോഴത്തെയും പോലെ വിൻഡോ സീറ്റ് കൈയടക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ലക്കുണ്ടെങ്കിൽ കാണാം. ഇവിടെ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നത്. വെള്ളത്തിലോട്ടാണ് ജിറാഫാണോ? So the third largest land mammal is the common hippopotamus or the hippo. There's one swimming on the right side in the water, showing the top of its head. So there's going to be 2 of them on the left side there, guys, ahead of us. So hippos, they weigh around 1,800 kilograms, and that's why they're the third largest land mammal. But they're semi-aquatic animals. They stay in the water like this, protecting their skin from the sun because they have very sensitive skin. In fact, they can stay submerged in water for 16 hours a day. They can even drink around 56 gallons of water a day. They even sleep underwater, give birth underwater, and their favorite food is watermelon, so they like water a lot. Don't worry guys, if you want to see them clear, you can visit them at the Hippo Aquarium. It's just aside here. We have 1 more male hippo there.
അടുത്ത ഗേറ്റ് തുറന്ന് ഇങ്ങോട്ടുണ്ട്. So see on the right side, we have the tallest animal in the planet, the giraffe. Nice. The giraffes also have the largest heart among all land mammals. Their heart weighs 11 kilograms and grows up to 2 feet, so it helps them pump blood up to their head. And did you guys know giraffes have very powerful kicks? They can kill a lion with just one kick. الزرافه تقدر تقتل الاسد تضرب شيء واحده من اجل حتى لو قلت لي هشهش بصحت اكثر بعض الحيوانات حتى ملك الغابه قالت لي هشاش قلت لها هشاش مين هشاش بعرفش അടുത്ത കവാടം തുറക്കട്ടെ. ആ അതെ. Yes, and up next, guys, are visiting one of the primates that we have here in the Bali Safari Park. We have the Hamadryas baboons, or sacred baboons. ഇതൊരു ടൈപ്പ് മങ്കിയാണ്, നമ്മളെ ഇപ്പൊ പറഞ്ഞ ബബൂൺ. And they also have the same diet, just like us humans. They're omnivores. They like to eat some berries, fruits, nuts, and other vegetables. But the meat that they eat are mostly rodents and sometimes some insects. If you see brown baboons, those are the female ones. For the ones with the silverish white hair, those are the male baboons. Oh my God! Once they're all born, they start with the black hair first. The Middle East. Countries like Yemen, Somalia, and Saudi Arabia. You see a lot of them in Saudi. ഓറഞ്ച് കളറിലിരിക്കുന്ന അതിന്റെ ബാക്കൊക്കെ. അയ്യോ എന്താ അത്, സോറി. നമ്മള് ഈ സെഷൻ കഴിഞ്ഞിട്ട് വേറെ എങ്ങോട്ടോ ഒരു ഐഡിയ ഇല്ല കേട്ടോ എവിടെയാ പോകുന്നതെന്ന്. Again zebra. Animal of Botswana, Africa, the zebra. يا زبرة The small brown animals with the darker color, these are called impala. They're the most common food of the lions, cheetahs, and hyenas. They look like deers, but they're antelopes from Africa. The ones with the white belly, they're called springbok, the national animal of South Africa. And they can also live without water for at least 1 year. So now they're in their last വെള്ളം ഇല്ലാണ്ട് ഒരു വർഷം വരെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാധനം അത്ര ഇല്ലാത്ത സ്ഥലത്താണ്. വെള്ളം കുടിക്കേണ്ടല്ല, വെള്ളം ഇല്ലാണ്ട്. Yes, you see more of the zebra on the left side together with the wildebeest or the wildebeest. They grow this bluish coat and yellow hair in the throat. Opposite to them on the right side, we have the common eland or the eland. These are the largest antelope. They grow spiral horns and they make clicking sounds whenever they walk. ഈ പോകുന്ന വഴിയൊക്കെ ഉണ്ടോ നല്ല രസം. അയ്യോ ഏതോ ഗുദാമില് കൊണ്ടുപോയിക്കോണേ. So you also see on the left side, we have our mouflon sheep from the Rocky Mountains of Europe and Africa. They grow these helix-shaped horns that arches their back, and they like staying on Rocky Mountains where it's cold. ശ്വാസം പിടിച്ചടക്കിയാണ് ഞാൻ ഇരിക്കുന്നത്. സിംഗം കൂട്ടിക്കുള്ള പോക പോറേ തുറന്ന് വിട്ടേക്കുവാണ്. അയ്യമ്മ, ഞാൻ നേരത്തെ കണ്ടപ്പോ തന്നെ ഏകദേശം പടമായിട്ടുണ്ടായിരുന്നു. നമ്മള് കേറാൻ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് സിംഗങ്ങളുടെ ഇടയ്ക്കാണ് നമ്മള് കേറാൻ പോകുന്നത്. എന്താകും ഒന്ന് കാത്തിരുന്ന് കാണാം. ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് പകുതി ജീവൻ ഉണ്ട്. Where I will stop next to them, they will be on the left side there, yes. യെസ്, നമ്മളെ സൈഡിക്കാനുള്ളത് കുറെ Lions, and you see them in southern parts of Africa, mostly in a country called Timbuktu. Similar to brown lions, only difference for them is color. So just like us humans, they have brown ones and white ones. It's just a genetic mutation. So these 8 മെയിൽ ലയനാണുള്ളത്. So we separate them from female lions because if it makes even one female with them, they'll start fighting and killing each other for the female until one male lion is left. എട്ടെണ്ണുണ്ടെന്നുണ്ട്, 4 ഇവിടെ കാണിച്ചുള്ളൂ. There's going to be ബാക്കിയൊക്കെ 3 more of them this time, 4 more of them this time on the right side of the bus. 4 പിരിഞ്ഞ് റൈറ്റ് സൈഡിലും 4 ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. Yes, they're all laying down there. Yes. വൈറ്റ് And if you know, ഫീമെയിൽ ലൈനാണ് ഹാൻഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇത് ഭയങ്കര ഉറപ്പാണ്.
അപ്പൊ മെയിൽ ലയൺ ഹണ്ടിങ് നടക്കൂല, ഇര പിടിക്കാൻ പോകത്തില്ല, അവിടെ ചത്തൂത്തി കിടക്കും. ഫീമെയിൽ ആണ്, പോയി കഴിഞ്ഞ് ഇര പിടിച്ച് കൊണ്ടേ കൊടുക്കണം എന്നാണ് ഇവര് പറയുന്നത് ഈ ലയന്റെ. ആക്ച്വലി ജുറാസിക് പാർക്കിൽ പോകുന്ന കണക്കുള്ളൊരു ഫീലാണ്. ഓരോ ഡോറും ഇങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ആ ഫീലാണ് വരുന്നത് ഈ ബസ്സിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേനും. കാരണം അങ്ങനത്തെ അനിമൽസും കാണാൻ കിട്ടുന്നുണ്ട്. Next animal, guys, you ശരിക്കും can already കണ്ടില്ലേ? see on the left side, just across the fence. റൈനോസർ And ആണ്. here, the southern white rhinoceros, the rhinos. بس تشوفوا يعني بروح നമ്മള് 2 ഡോറിന്റെ ഇടയ്ക്കാണുള്ളത്. ഇനി ഈ ഡോർ ഇപ്പൊ ഇവര് തുറക്കുമ്പോൾ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അധികം തുറന്ന് വരുന്നുണ്ടോ? ഓരോ ഡോർ ഇങ്ങനെ തുറക്കുമ്പോഴാണ് നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റുന്നത്. തുറന്നു. Yes, we have our southern white rhinoceros, or the rhinos, the second largest land mammal. You see a baby rhino there. His name is Onyx. Onyx is around 8 months old now. And next to him is his mother Stompy, a 13-year-old rhino. Rhinos can weigh around 3,500 kilograms. They're the second largest land mammal next to elephants. But just like hippos, they also have very sensitive skin. You always see them covering their skin with mud and sand, like a sunscreen. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയാ, കഴിഞ്ഞു എന്ന് തോന്നുന്നു. ബിക്കോസ് അപ്പുറത്ത് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന പോലത്തെ ബസ്സൊക്കെ അവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നുണ്ടാവുക. സങ്കടം വരുന്നു. എൻ്റെ സ്കിന്നൊക്കെ നോക്കിക്ക് പളന്നിരിക്കുന്നുണ്ടല്ലേ. തീർന്നില്ല, ഇപ്പൊ പറയണം. ഞാൻ വിചാരിച്ചു തീർന്നുള്ളത്, പക്ഷെ അവർ ലെഫ്റ്റിലോട്ടല്ല വണ്ടി എടുത്തത്, വീണ്ടും സ്ട്രൈറ്റ് തന്നെ പോയത്. തീർന്നില്ലേ? The Tutsi tribe in എന്ത് Rwanda. ബേർഡ്സ് എന്ന് പറഞ്ഞേ? They're like big brown cows in Africa, but they grow this big white നാഷണൽ hollow ബോർഡാന്ന് പറഞ്ഞു. ഏതിന്റെയാണെന്നുള്ള ഞാൻ Rwanda is കേട്ടത്. big, പോളണ്ടിന്റെ are also നാഷണൽ known to be a ബോർഡ്. symbol of wealth. They have same value, just like gold. They're very expensive animals. In other countries, only the kings have Watu sea, and in other countries, they use them as a dowry, gift for marriage, in replacement for gold. നമ്മള് വീണ്ടും വെള്ളത്തിലിറങ്ങി പോവാണ്. പ്രാവശ്യം വെള്ളത്തിലിറങ്ങി. Next to the logs there. ക്രോക്കഡൈലാണ്. And crocodiles are from the Nasser Lake in Egypt and the Nile River in Sudan. ജീവനുണ്ടോ ഇതിന്? Well, I guess if you want to see them also clear, you can visit them in the African village at the reptile house. There we have baby crocodiles. ഇത് ബേബിയാ? ബേബി വാട്ട് ആർ യു ഡൂയിങ് ബേബി? ദണ്ഡി മാൻ. الزفاف ديال الجو Inside those are the nilgai, the largest antelope in Asia. In Hindi, nilgai means blue cow because they turn to bluish-gray color. ഈ കളറൊക്കെ ഞാൻ ആദ്യമായിട്ട് And കാണുന്നു. also down on the left side, these are the black bucks, or also known as Indian antelopes. They turn their coats into black as they grow older, hence the name black buck. ടൈഗറിന്റെ കൂട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഐ മീൻ ടൈഗറിന്റെ അണ്ണാക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. കൂട് നേരെ വായിലോട്ടാ. 3 ഡോറാണ് So ടൈഗറിന്. next animal, guys, you see on the right side again already, റൈറ്റ്. just across this gate or fence. But this one is crossing from right side to left side. So we already have here the Royal Bengal tigers, or the tigers, national animal of India and Bangladesh. هذا الهند നമ്മള് നാഷണൽ അനിമലാണ് കടന്നു പോകുന്നത്. Siberians. എന്ത് വലുതാ. Tigers are also known as the largest wild cat, or the largest cats in the cat family, with a loud roar that can be heard up to 3 kilometers. Bengal tigers are also known. ആക്ച്വലി നമ്മളെ വണ്ടി വരുന്നതിന് തൊട്ട് മുമ്പ് ഇവര് ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയതായിരുന്നു. ഇപ്പൊ ഏതൊക്കെ ദുനിയാവിന്റെ അങ്ങേറ്റത്ത് എത്തിയിരിക്കുന്നു. 3 4 എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നിയതിനകത്ത്. ഒരെണ്ണം അവിടെ നിന്നിട്ട് നീരാടുവാണ്. നീരാടുവാൻ അതിന്റെ അടുത്തൂടെയാണ് നമ്മള് പോകുന്നത്. بس كمان النمر كثير سريع അല്ല അപ്പുറത്തെ സൈഡായി പോയി. എന്താ ചെയ്യാ? ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നോ ഇവിടെ കണ്ടതാണല്ലോ. അതിന് കുളിക്കാനുള്ളത് ഇവിടെ ഇപ്പൊ ഞാൻ ഒരെണ്ണം കണ്ടിരുന്നോ? Where is it? ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ടിൽ കൂടെ പോകും. النمر الثاني وانا نمر ഭാഗ്യം ഉണ്ടെങ്കിൽ زي كده ഓൾറെഡി ക്രോസ് ചെയ്യുന്നുണ്ട്. ഇവര് വണ്ടി എടുക്കുന്നില്ല. بوقوا عليه بيختلفوا عن بعض
الخطوط اللي عندها لا فيش نمر طالع عنده زيها. ايش بيقدروش يتحملوا الحمل؟ بابا بلساني بلساني بلساني. Also known as painted dogs because their skin is like a painted one. And they like staying together as a family or as a pack. Even when hunting, they're always together as a group. And that's what makes them the most successful hunters in the wild. Mian. Again Mian. زي دعونا يقولوا لا. തുറക്കോ സീസേ തുറന്ന പേടിക്കണ്ട. പേടിക്കില്ല എന്താ അത് ചുരുക്കി പറഞ്ഞ പെട്ട് അല്ലേ പെട്ട് 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 രണ്ട് ഗേറ്റ് ഓപ്പണായി കിടക്കുന്നുണ്ട് നമുക്ക് ഇതുവഴി അങ്ങ് പോകാൻ പറ്റത്തില്ല അടുത്ത ബസ് വരുമ്പം കണ്ട വഴി ഓടണമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഞാനും ആ മറ്റേ പുലീൻ്റെ ഒക്കെ അടുത്തുള്ള ഗേറ്റ് ഇറങ്ങി കാണാൻ കൃത്യം 5 മണി ഒരു മണിക്കൂർ കൂടെ ഉള്ളൂ ആക്ച്വലി ഈ ഒരു സഫാരി പാർക്ക് അവിടെ എന്തോ ഒരു പൂച്ച കൊറ്റ സാധനം നടന്നിരുന്നു പുലിയാണോ കുഞ്ഞു പുലിയാണോ The far right side, എവിടെ there, കൊണ്ട് there's one നിർത്തിയെന്ന് walking അറിയോ already. ചീറ്റാൻ്റെ അടുത്താണ് പക്ഷെ ഒറ്റൊരെണ്ണേ ഉള്ളൂ Cheetahs are the fastest land animal. They can run up to 120 km/h. That's very fast. 100 And in just 3 seconds, they can run from 0 to 100 km/h. പക്ഷെ അതിപ്പോ But they അപ്പുറത്തെ only keep their സൈഡിലുള്ളത് speed ഞാൻ for ഇങ്ങനെ 30 കാണിച്ചു seconds. If they go ഇങ്ങോട്ട് past the വരട്ടെ limit, they ഓടിയിട്ട് might die from heart attack. സോ ഇപ്പുറത്തെ സൈഡ് വന്നിട്ടുണ്ട് ചീറ്റ ഇതാണ് നേരത്തെ ഞാൻ പൂച്ചയെന്ന് പറഞ്ഞ സാധനം Cheetahs also have 2,000 spots on their body and a very long tail that helps them balance whenever they run. Or yes, you'll see more of them. We have 3 cheetahs here, so there's gonna be 2 more. So there's one laying down on the far left side there, guys. കണ്ട എന്തൊരു പാവം So they look similar to jaguars and leopards, but they're smaller. They have a round face and have these facial black markings called a tear mask that doesn't reflect sunlight. It's like they have their own sunglasses. എണീറ്റ് And did you guys know the cheetahs? They only meow. They cannot roar. കുഞ്ഞു പൂച്ചേനെ പോലെയല്ലേ ചേട്ടയുടെ കുട്ട ഇപ്പോഴാണ് ലാസ്റ്റ് ആയത് ഇവര് മെൻഷൻ ചെയ്തിരുന്നു ലാസ്റ്റത്തെ അനിമൽ ആണെന്നുള്ളത് അങ്ങനെ നമ്മൾ ചീറ്റ കണ്ടു ലയൻ കണ്ടു അയ്യോ എന്തൊക്കെയോ കണ്ടു ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം നോക്കാൻ ഞാൻ എന്തൊക്കെ കണ്ടു എന്നുള്ളത് നമ്മൾ ഈ പാക്കേജ് എടുത്തുകൊണ്ട് നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ കാണാൻ പറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലെമിംഗോ മങ്കി ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളായിരുന്നു പക്ഷെ ഇതിൻ്റെ So ഉള്ളിൽ that's it for എല്ലാം our കാണാൻ പറ്റും safari tour, guys. Hope you വീണ്ടും ട്രെയിൻ കയറി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ പോവാണ് അടുത്തത് ഏഷ്യൻ വില്ലേജ് ആണെന്ന് തോന്നുന്നു ഓരോ സ്റ്റേഷൻ നമ്മൾ ട്രെയിൻ വഴിയാണ് അടുത്തേക്ക് പോവേണ്ടത് നടന്നാൽ എത്തത്തില്ല ഇനി നമ്മളിതിന് ആകെ 1 മണിക്കൂറാണ് ഈ 1 മണിക്കൂർ നമ്മൾ അവിടെ എത്തി അവിടെ കറങ്ങി കണ്ട് തിരിച്ച് നമ്മൾ അവിടെ എത്തിയാലേ ഫോൺ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഞാൻ വെറുതെ ഡ്രാഗൺ എന്നൊക്കെ കണ്ടിട്ട് പേടിച്ചു പോയി സോ ഈ ഏഷ്യൻ വില്ലേജ് നമുക്ക് കുറച്ച് നമ്മളെ ഏഷ്യയിൽ മാത്രം കാണപ്പെടുന്ന കുറച്ച് അനിമൽസും ബേർഡ്സ് ഒക്കെ ഉണ്ട് ഒരു കരടിയുണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് അതും കണ്ടതിന് ശേഷം നേരെ ഡെസേർട്ട് സഫാരി നമുക്കുണ്ട് അത് വേണമെങ്കിൽ 5:30 മുമ്പ് എത്തിപ്പെടാന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് കൊണ്ട് ഇനി വരാൻ പറ്റത്തില്ലല്ലോ ഈ ഒരായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ കരടിയെ കാണാനായിട്ടാണ് ഈ പടക്കെന്ന് പറഞ്ഞ് ഓടുന്നത് അത് കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഓടാനുള്ളതാണേ എന്തായാലും ഡെസേർട്ട് സഫാരി ഞാൻ ഡെസേർട്ട് സഫാരി കയറിയിട്ടേ വരത്തോളെ ഇത് എന്നെ ഇവിടെ ആരെ പിടിച്ചു കിട്ടിയാണെന്നല്ല ഞാൻ പറയുന്നത് അച്ഛനെ ഷൂ ഇട്ട് വന്നുകൊണ്ട് സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് കാണായിരുന്നു പിന്നെ ആരെങ്കിലും എടുത്ത് വെട്ടേണ്ടി വരും കരടി നമ്മൾ വന്നപ്പോൾ കരടി എവിടുന്നോ ഇറങ്ങി വന്നിട്ടുണ്ട് വേണ്ട പോന്നു മുഖകാണിക്ക് ഇറങ്ങിയതാ ഈയുടെ മനമേ ഈ കരടി ഒട്ടും സഹകരിക്കുന്നില്ല ആ മൂലയ്ക്ക് തന്നെ ഇരിക്കുന്ന അത് സഹകരിക്കണമൊന്നുമില്ല ഇതിങ്ങനെ വരും ഇങ്ങനെ നോക്കും പോകും പോണില്ലേ അതാ പോണ് അതുവരെ വരുന്നുള്ളു പിന്നെ അത് തിരിച്ചു പോവുകയാണ് ഈ കളിയൊന്നും നമുക്ക് കാണാൻ വയ്യേ നമ്മുടെ സഫാരി റൈഡ് മിസ്സാക്കാൻ പറ്റത്തില്ല 5:30 എത്താൻ പറഞ്ഞു എത്ര സമയമായത് 5 മണി ആയിട്ടുള്ളൂ 5:30 എത്താൻ പറഞ്ഞു നമ്മളിപ്പം എത്തും
ലാസ്റ്റ് റൈഡ് 5:30. ഓക്കെ, നമ്മൾ എന്തായാലും ലാസ്റ്റ് റൈഡിന്റെ ആളാവത്തില്ല, അതിന് മുന്നേ നമ്മൾ അവിടെ എത്തും. സത്യം പറയാലോ, രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ 6 മണിയാകുമ്പോഴത്തേക്കും പയ്യെ നമുക്ക് നടന്ന് തിരിച്ച് വീട്ടിലെത്താം. അല്ലാതെ ഈ 2 മണിക്കും 3 മണിക്കും കയറി വന്നു കഴിഞ്ഞാൽ പടപട എസ്പെഷ്യലി നോമ്പടിച്ചിട്ട് പറഞ്ഞ ആൾക്കാണെങ്കിൽ ഒന്നും പറയണ്ട. കാരണം ഇവിടെ മുക്കിന് കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും കോഫിക്ക് കോഫി, ജ്യൂസിന് ജ്യൂസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഫുഡ് ഐറ്റംസ് വരെ ഇവിടെ ഉണ്ട്. പക്ഷെ നോമ്പില്ലാത്ത സമയങ്ങളിലുള്ള കാര്യമാണ് പറയുന്നത്. നോമ്പുള്ള സമയങ്ങളിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. നമ്മളെ കണ്ണുകൾ അങ്ങും ഇങ്ങും ചലിപ്പിക്കരുത്. നമ്മൾ ഫോക്കസ് ഫുൾ ഓൺ ആനിമൽസിലായിരിക്കണം. നമ്മൾ എന്തിനാണോ വന്ന് അതിലോട്ട് മാത്രമായിരിക്കണം. എന്റെ കണ്ണ് പിന്നെ 2 കണ്ണാണെങ്കിൽ ഒരു 4-5 കണ്ണുള്ളതൊക്കെയാണ് ഞാൻ കറങ്ങി നോക്കുന്നത് കുറച്ചുകൂടെ. ഓക്കെ, അറേബ്യൻ ഡെസേർട്ട് സഫാരി നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല, ഒരാൾ മാത്രമാണ് നിൽക്കുന്നത്. ഇനി എന്ത് കുന്തമാണോ എന്തോ അറിയാൻ പാടില്ല. ഇപ്പൊ തന്നെ ഏകദേശം ഞാൻ എന്റെ പടമായി ഞാൻ. ഓ, ഈ കണസാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. എന്തിനാണിത്? സോ ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നുണ്ടാവുക. നമ്മളല്ല, ഇവര്. നിങ്ങൾ നോക്കോ, വി ക്യാൻ ഗോ. സോ നമ്മള് കുറച്ച് മുന്നേ കവർ ചെയ്തിട്ടുള്ള ഒരു ബസ്സിലാണ് പോയത്. ഇപ്പൊ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും കവേർഡ് അല്ല, വൈൽഡ് അനിമൽസ് അല്ല, നമ്മള് ഡെസേർട്ട് ആണല്ലോ. അപ്പം ഒക്കെ അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും കാണുന്നുണ്ടാവാം. ഇതെന്താ, സിനിമാറ്റിക് ആണോ? ഇനിയും സിനിമാറ്റിക്കിന് നല്ല ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലറായി പോകത്തില്ലേ? ഓ, നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് കയറി കഴിഞ്ഞാൽ അനിമൽസ് ഒക്കെ ഇങ്ങനെ വന്ന് നമ്മൾ തൊടാൻ പാടില്ല എന്ന്. പക്ഷെ അത് നമ്മളെ തൊടാതിരിക്കാൻ അതിവര് പറഞ്ഞില്ലല്ലോ. നമ്മൾ അകത്ത് കയറി കുടിക്കുവാണ് ഈ കാണുന്നത്. നമ്മളിപ്പോ കണ്ടത് അറേബ്യൻ ഒറിക്സ് ആണ്. UAE നാഷണൽ അനിമൽ ആണ് ഇപ്പൊ കണ്ടത്. Ostrich is the biggest and heaviest bird on earth. They cannot fly, but they can run very fast. They can run up to 80 kilometers per hour. Oh my God. അറേബ്യൻ ഗസൽസ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇനി എന്താ നമുക്കൊരു ചെമ്മരിയാടിനും കൂടെ കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ വളരെ മോശമായി പോകട്ടാ. ഇതാണ് അറേബ്യൻ ഓറിക്സ് എന്ന് ഞാൻ പറഞ്ഞ UAE നാഷണൽ ആനിമൽ. നമ്മൾ ആദ്യം കണ്ടല്ലോ, ഇവരിത് തന്നെ കറങ്ങി കാണിച്ചെന്ന് നമ്മളതാ കൊണ്ടാക്കാൻ പോകുന്നു. 3-4 വട്ടം ഈ ഒറിക്സ് അവർ കാണിച്ചു തന്നു. സ്പാർഗോ എന്നാൽ ഞാൻ കുറച്ചുനേരം കളിച്ചിട്ട് വരാൻ മതി. അവസാനം ഇവർ നമ്മളെ കിഡ് സോണിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. നമ്മളെ കണ്ടെന്നെ കുട്ടിയെന്ന് തോന്നുന്നുണ്ട്, അല്ല തോന്നുന്നുണ്ട്. ഇവിടെ കുറെ തത്തയൊക്കെ ഉണ്ട്. ഇതിനകത്ത് സ്പെഷ്യലി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറെ തത്തകളൊക്കെ ഉണ്ട്, എന്തോ ടൈപ്പ് കോഴികളുണ്ട്. ഒരു പരിസരം നോക്കാണ്ട് അങ്ങ് അപ്പിയിടുവാ. എമ്മ സ്മെല്ലാട്ടോ അതിനകത്ത്. എങ്ങനെ അകത്ത് കയറി? ഞാൻ നോക്കുമ്പോൾ പുറത്തേ ഉണ്ടായിരുന്നേ. സ്മെല്ല് ഭയങ്കര. ഇവിടെ എനിക്ക് സ്മെല്ല് ഇഷ്ടപ്പെടുന്നു. അയ്യോ, ആ കൊച്ചിനെ നോക്കി. കൊറേ തത്തയൊക്കെ മകളിലുള്ളത്. അയ്യോ, ഇത് സ്ഥിരമാണ്. എന്റെ അടുത്ത് എന്ത് വന്നാലും എന്റെ ഡ്രസ്സിലെ സീക്വൻസ് ഒക്കെ കടിച്ചു പൊട്ടിക്കല. ഭയങ്കര ചൂടാട്ടോ ഇതിന്റെ കൈ. ഹീസ് ഓൺ ദ മിഷൻ ആക്ച്വലി. പണ്ടാരം ഫോണിൽ خلي بالك ايدك.
പോണില്ല. У меня красивее. അത് പോണില്ല കേട്ടോ ആരെടുത്തു. ആ ഓക്കെ ഓക്കെ ഓക്കെ. സീക്വൻസ് കിട്ടിയപ്പോ അങ്ങോട്ട് ചാടി. നമുക്ക് പോവാം വാ. ഞാൻ പിട്ടുപോയി. എന്നാൽ രസമുണ്ടായിരുന്നു. ഭയങ്കര ചൂടാണ്. ഈ തത്തയുടെ ഇതില്ലേ കാലിങ്ങനെ വെച്ചിട്ടിരുന്നപ്പോൾ ഭയങ്കര ചൂടാ ഫീൽ ചെയ്തത് എനിക്ക്. ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്ത് അവർ പെർമിഷൻ കൊടുക്കുന്നുള്ളൂ. അതായത് ഒരേ സമയത്ത് ഒരു 10-15 ആൾക്കാർ, എന്നിട്ട് അവർ ഇറങ്ങിയതിന് ശേഷമാണ് അടുത്ത ആൾക്കാരകത്ത് കയറ്റുന്നത്. ഇതൊക്കെ ആമയാണ്. കണ്ട പറയും എന്നാലും എന്റെ വലുതാ നോക്കിക്കേ. ഞാൻ തൊട്ട് കല്ലിന് തൊട്ട പോലത്തെ ഫീലാ എനിക്ക്. ആമയത്തൊടലൂടെ കഴിഞ്ഞിട്ട് ഏകദേശം ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ കാണേണ്ടൊക്കെ കണ്ട് എനിക്ക് മതിയായി. എൻ്റെ ഫോണിൻ്റെ ചാർജ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ 2:30 മണി മുതൽ ഫോൺ ഓണാക്കി പിടിക്കാൻ തുടങ്ങിയതാണ്. ഏകദേശം 5:30 മണിയായി. ചത്ത് ഫോണും ചത്ത്, ഞാനും ചത്ത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് നടക്കുന്നത്. നോമ്പ് സമയത്ത് എനിക്ക് അവാർഡ് തരണം. എവിടെ നിന്ന് കിട്ടും അവാർഡ്? കാലൊക്കെ പടമായി. എനിക്ക് എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇന്ന് ഷൂ ആണ് ഇട്ടിട്ട് വന്നത്. നോർമലി ഞാൻ വേറെ ഏതോ ടൈപ്പ് സാധനം ഇടല്. പക്ഷെ ഇന്ന് എനിക്ക് എന്തോ ഒരു ഓർമ്മയിലാണ് ഞാൻ ഷൂ ഇട്ടത്. എന്തിനാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ ഇതിന് ഷൂ ഇട്ടെന്നുള്ളത്. നമ്മൾ ഇതുവഴിയല്ലേ വന്നത്? എക്സിറ്റ് അങ്ങോട്ടാ വന്നത്. നമ്മൾ ആക്ച്വലി ഇതുവഴി ആണെങ്കിലും തിരിച്ചു പോകേണ്ടത് അപ്പുറം കൂടെയാണ്. ഞാൻ ഇവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ബൈ. Bye. Welcome to Safari. ഞാൻ ആക്ച്വലി സഫാരി പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാത്ത ആകെ ഒരൊറ്റ സാധനമേ ഉള്ളൂ. കാണേയില്ല. എന്നെ കൊന്നാലും ഞാൻ കണ്ടില്ല. അത് ഇവിടെ കിടക്കുന്നത് എൻ്റെ ടോയാണ് ഇവിടെ കിടക്കുന്നത്. സ്നേക്ക്. എനിക്ക് ഇഷ്ടമല്ലാത്തതും ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ്. ഞാൻ അതുകൊണ്ട് അത് മാത്രം കയറി കണ്ടില്ല. പിന്നെ ഇതിനകത്ത് കുറേ ടോയ്സ് ഉണ്ട്, കുറേ സ്റ്റാമ്പ്സ് ഉണ്ട്, ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ദിസ്. എന്താ വെയിറ്റ് കാണുന്ന കണക്കല്ല കേട്ടോ, ഭയങ്കര വെയിറ്റാ. പിന്നെ പെൻ, ലയൺ. നമ്മൾ ഇതുപോലത്തെ ജീപ്പിലേക്കാണ് കേട്ടോ പോയത്. ഐ മീൻ ജീപ്പല്ല, ഇതുപോലത്തെ ഒരു വാനിലാണ് നമ്മൾ പോയത്. ഒരുപാട് ഇങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. കുറേ ക്യാപ്പ്, ഇഷ്ടംപോലെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ വാങ്ങിക്കേണ്ട ആൾക്കാർക്കൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാം. നോക്കി പോണവർക്ക് എന്നെ പോലെ നോക്കി പോകാം. ബിക്കോസ് ഞാൻ അതിനകത്ത് ഒന്നും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഓൾമോസ്റ്റ് നോമ്പുതുറയുടെ സമയമായി വരുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം എവിടെയെങ്കിലും പോയിട്ട് നോമ്പ് തുറക്കാൻ. അപ്പം ഞാനും ബായ് പറയാനും സമയമായി. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമുക്കിനി ഒരു ഇഫ്താർ വീഡിയോ ആയാലോ? കാരണം ഈ തളർച്ചയിൽ ഞാൻ എന്ത് കഴിക്കും, എന്ത് കുടിക്കും എന്നൊരു അങ്കലാപ്പിലാണ്. എൻട്രൻസിൽ പോയിട്ട് മുട്ടി നോക്കുവാണ് ഇറങ്ങാൻ പറ്റുമെന്ന്. പറ്റത്തില്ല, എക്സിറ്റിലേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ പുറലോകം കണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാച്ചാ, ബൈ ബൈ.